എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നല്ല ഒരു വാർത്തയോടെ തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു വാർത്തയാണ് മെയിനായിട്ട് കൊടുത്തത്. അതായത് സ്ത്രീപക്ഷ കേരളം. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പ്രതിമാസം 1000 രൂപ സഹായം ഇന്നു മുതൽ അപേക്ഷിക്കാം. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണല്ലോ. അതായത് എല്ലാ സ്ത്രീകൾക്കും 30 വയസ്സ് പിന്നിട്ട 30 വയസ്സല്ല 35 35 വയസ്സ് പിന്നിട്ട 60 വയസ്സ് വരെ പ്രായമുള്ള തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് സർക്കാർ 1000 രൂപ പ്രതിമാസം നൽകുന്നു എന്ന് നേരത്തെ പിണറായി വിജയൻ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ച കാര്യം ഇപ്പോഴാണ് ഇതിന്റെ അപേക്ഷ ഇന്നു മുതൽ അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പം സ്ത്രീകളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 1000 രൂപ സർക്കാർ തരും. 1000 രൂപ സർക്കാർ എപ്പോഴാ തരിക എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഡിസംബർ മാസമല്ലേ, ഡിസംബർ തീരാനാവുന്നു. ഈ അപേക്ഷാ ഫോറൊക്കെ കിട്ടിക്കഴിഞ്ഞ് അതൊക്കെ വെരിഫൈ ചെയ്ത് അതൊക്കെ ക്രമീകരിച്ച് വരുമ്പോഴത്തേക്ക് മിക്കവാറും ജനുവരി ഫെബ്രുവരിക്ക് ആവും. മാർച്ച് മാസം ആവുമ്പോഴത്തേക്ക് അടുത്ത നിയമസഭ ഇലക്ഷനായി എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷ കേരളം എന്നുള്ളത് പിണറായി വിജയന്റെ ഏറ്റവും അവസാനത്തെ ഒരു തട്ടിപ്പ് പരിപാടിയാണ്. ഞാൻ എപ്പോഴും ഈ പിണറായി വിജയൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ കരുതരുത്. നിങ്ങൾ പറ, ഈ സ്ത്രീപക്ഷ കേരളം എന്ന് പറയുന്ന പദ്ധതി ശരി, സ്ത്രീകൾക്ക് 1000 രൂപ കിട്ടുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു 1000 രൂപ ഈ രീതിയിലുള്ള ഒരു സഹായം കൊടുക്കുക എന്നുള്ളത് 5 വർഷം മുമ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ചതാണ് കേട്ടോ. 5 വർഷം മുമ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ സർക്കാരിനെ ഇവർ അധികാരത്തിലെത്തിയത്. 5 വർഷം പിന്നിട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കാലാവധി 5 വർഷ കാലാവധി തീരാൻ ഒരു 6 മാസം ബാക്കിയുള്ളപ്പോഴാണ് ഇതിന്റെ നടപടികൾ തുടങ്ങുന്നത്. ഇതാണ് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ തട്ടിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത് അധികാരത്തിലേറിയ ഉടനെ ഇത് ചെയ്യേണ്ടതല്ലേ? നമ്മളിത് കണ്ടു. കർണാടകയിലൊക്കെ ഇവർ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇവർ ചെയ്തത് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ചെയ്യുകയാണ്. പിണറായി എന്താ ചെയ്തത്? ക്ഷേമ പെൻഷൻ എത്രയാണ്? 2500 രൂപയാക്കുമെന്ന് പറഞ്ഞു. 1600 എന്നുള്ളത് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ കയറിയാൽ ഇത് 2500 രൂപയാക്കുമെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ 6 മാസത്തിനപ്പുറമാണ്, 4.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ 1600 എന്നുള്ളത് തൽക്കാലം 2000 ആക്കിയാണ് കൂട്ടിയത്. 2500 പോലും ആക്കിയില്ല. അപ്പൊ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ അവസാന ഇലക്ഷൻ വരുമ്പോ, ഈ ഇലക്ഷൻ ആകുമ്പോ ജനങ്ങളെ കയ്യിൽ നിന്ന് ജനങ്ങളുടെ എന്താ പറയാ ഈ ഒരു 1600 2000 ആക്കുമ്പോ ഒരു 400 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരോടുള്ള ഒരു അനുഭാവം ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക സാധാരണക്കാരോടുള്ള ഒരു പരിഗണനയല്ല. അപ്പൊ ക്ഷേമ പെൻഷന്റെ ഒക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഹായ പദ്ധതികളുടെ ഒക്കെ പിന്നിലുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വോട്ട് കിട്ടണം. തട്ടിപ്പ് പരിപാടി. അപ്പം സ്ത്രീപക്ഷ കേരളം എന്ന് പറഞ്ഞ ഈ തലക്കെട്ട് എല്ലാവരും ഏതായാലും അപേക്ഷ കൊടുത്തോ? എല്ലാവരും അപേക്ഷ ഒക്കെ കൊടുത്തോ? ഏതായാലും പിണറായി വിജയൻ സർക്കാർ പോകുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അടുത്ത ഏപ്രിലിൽ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗഡു ഒക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഗഡു കിട്ടിയാൽ ഭാഗ്യം. പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എം മണി വീണ്ടും വിളിച്ചു പറയൂട്ടോ. അതായത് നക്കിപ്പോയിട്ട് വോട്ട് മറ്റവർക്ക് കുത്തിയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഈ 1000 രൂപ വാങ്ങുന്ന സ്ത്രീകളൊക്കെ പിണറായി സർക്കാരിന് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ശാപമായിരിക്കും. നമ്മളെ മണിയാസാരെ പോലുള്ള വന്യ വയോധികരൊക്കെ ശപിക്കും. തലയിൽ ഇടുത്തി വീഴട്ടെ, തെണ്ടികളെ എന്നൊക്കെ നിങ്ങൾ വിളിക്കും. അതുകൊണ്ട് ആത്മാഭിമാനമുള്ള സ്ത്രീകൾ നല്ലത് ഈ 1000 രൂപ വേണ്ടാതെ വെക്കുകയാണ്. 1000 രൂപ വാങ്ങിയിട്ട് വെറുതെ ശാപവാക്കുകൾ കേൾക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.